സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട കുറെ ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അജാതശത്രു ബിലോങ്സ് ടു വിച്ച് ഡൈനാസ്റ്റി? അജാതശത്രു ഏത് രാജവംശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമ്മൾ മനസ്സിലാക്കിയതാണ് 16 മഹാജനപദങ്ങൾ. ഇപ്പൊ ജനപദം എന്നാണ് നമ്മൾ മനസ്സിലാക്കിയതാണ്. ദ പ്ലേസ് വെർ ദ നൊമാഡിക് പീപ്പിൾ സ്റ്റാർട്ട് ടു സെറ്റിൽ പെർമനന്റ്ലി കേം ടു നോൺ ആസ് ജനപദം. നാടോടികളായ ജനങ്ങൾ സ്ഥിരവാസം ഉറപ്പിച്ച പ്രദേശമാണ് ജനപദം. അത്തരത്തില് ജനപദങ്ങളെല്ലാം കൂടെ ചേർന്ന് കമ്പൈൻ ടുഗദർ ഫോം മഹാജനപദാസ്. അങ്ങനെ 16 മഹാജനപദങ്ങൾ ഉണ്ടായിരുന്നു നമ്മൾ മനസ്സിലാക്കിയതാണ്. അതിൽ ഏറ്റവും ശക്തമായിട്ടുള്ള മഗധയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ആ മഗധ ഭരിച്ചിരുന്ന പ്രധാനപ്പെട്ട രാജവംശങ്ങളുടെ പേരാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഹരിയങ്ക ഡൈനാസ്റ്റി, അതായത് ടുവേർഡ്സ് ഗാഞ്ചറ്റി പ്ലേ എന്ന ചാപ്റ്ററിന്റെ അവസാന ഭാഗത്തില് കൊടുത്തിരിക്കുന്നു. ഹരിയങ്ക ഡൈനാസ്റ്റി, ശിശുനാഗ ഡൈനാസ്റ്റി, നന്ദ ഡൈനാസ്റ്റി, അടുത്ത മൗര്യ ഡൈനാസ്റ്റി. മഗധ ഭരിച്ച രാജവംശങ്ങളുടെ പേരാണ്. ഹരിയങ്ക ഡൈനാസ്റ്റിയിൽ ബിംബിസാരനും അജാതശത്രുവും, അടുത്ത ശിശുനാഗ ഡൈനാസ്റ്റി ശിശുനാഗനും കാരശോകനും, അടുത്ത നന്ദ ഡൈനാസ്റ്റിയിൽ മഹാപത്മനന്ദൻ. നന്ദ ഡൈനാസ്റ്റിയിലെ മഹാപത്മനന്ദനെ വധിച്ചിട്ടാണ് മൗര്യ സാമ്രാജ്യത്തിലെ ചന്ദ്രഗുപ്ത മൗര്യൻ അധികാരത്തിലെത്തുന്നത്. ചന്ദ്രഗുപ്ത മൗര്യന് ശേഷം അടുത്ത ബിന്ദുസാരൻ, ബിംബിസാരനല്ല ബിന്ദുസാരനും അശോകനും. അശോകനാണ് പിന്നീട് എന്താ അവതരിപ്പിച്ചത്? ധമ്മ പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ബുദ്ധമതത്തിൽ ആകൃഷ്ടനാവുകയും അതേ ധമ്മ എന്ന മതം അവതരിപ്പിക്കുകയും ചെയ്ത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ അജാതശത്രു ഏത് രാജവംശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹരിയങ്ക ഡൈനാസ്റ്റി, അതായത് ടുവേർഡ്സ് ഗാഞ്ചറ്റി പ്ലേ എന്ന ചാപ്റ്ററിന്റെ അവസാന ഭാഗത്ത് നൽകിയിട്ടുണ്ട്. അവിടെ അലക്സാണ്ടർ ഇന്ത്യ ആക്രമിച്ച്, ഗ്രീക്ക് ഭരണാധികാരിയായിട്ടുള്ള അലക്സാണ്ടർ ഇന്ത്യ ആക്രമിച്ച കാര്യം പറയുന്നുണ്ട്. അതേപോലെ തന്നെ സൈറസ്, പേർഷ്യൻ ഭരണാധികാരികളെ സൈറസും ദാരിയസും ആക്രമിച്ചതിനെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ പേർഷ്യൻ ആക്രമണത്തിന്റെ ഫലമായിട്ട് ഇവിടെ അടുത്ത പേജിലായിട്ട് നൽകിയിരിക്കുന്നതാണ്. പേർഷ്യൻ ആക്രമണത്തിന്റെ ഫലമായിട്ട് ഇവിടെ കരോഷ്ടി ലിപി രൂപപ്പെട്ടെന്നും ട്രേഡ് റിലേഷൻ സ്ട്രെങ്തൻ ചെയ്യുന്നുള്ള ഭാഗം കൂടെ, അതും വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്, വായിച്ചു വെച്ചിരിക്കുക. അടുത്ത ഐഡന്റിഫൈ ദ വർക്ക് വിച്ച് വാസ് നോട്ട് റിട്ടൺ ബൈ കാളിദാസ ഫ്രം എമംഗ് ദ ഫോളോയിങ്. അപ്പൊ കാളിദാസൻ രചിക്കപ്പെട്ട കൃതികൾ ഇവയിലേത്? കാളിദാസൻ രചിച്ച കൃതികൾ മാളവ്യാഗ്നിമിത്രം, കുമാരസംഭവം, വിക്രമോർവശിയം. അവയിൽ അല്ലാത്തത് ഏതാണെന്നുള്ള ചോദ്യം. മൃച്ഛകടികം എഴുതിയത് ശൂദ്രകനാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയതാണ് ഗുപ്ത ഡൈനാസ്റ്റി, അതായത് മഗധ ടു താനേശ്വറിന്റെ അവസാന ഭാഗത്തിൽ ഗുപ്ത രാജാക്കന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. ചന്ദ്രഗുപ്തൻ ഒന്നാമൻ, അടുത്ത ചന്ദ്രഗുപ്തൻ ഒന്നാമന് ശേഷം അടുത്ത സമുദ്രഗുപ്തനാണ്. സമുദ്രഗുപ്തന്റെ കൊട്ടാരത്തിലെ കവിയായിരുന്നു ഹരിസേനൻ. ഹരിസേനൻ എഴുതിയതാണ് പ്രയാഗ പ്രശസ്തി എന്നുള്ളത്. അത് ഇൻസ്ക്രൈബ്ഡ് ഇൻ പില്ലർ ഇൻ അലഹബാദിലെ പില്ലറിൽ കൊത്തിവെച്ചിട്ടുണ്ട്. അതിനകത്ത് പറയുന്നതാണ്, ഈ ഹരിസേനൻ പറയുന്നതാണ്, ഈ സമുദ്രഗുപ്തന്റെ ആക്രമണങ്ങളെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ അടുത്ത വർഷം വേണ്ടതും കൂടിയാണ്. അതിനുശേഷം അടുത്ത ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സമുദ്രഗുപ്തന് ശേഷം അടുത്ത ചന്ദ്രഗുപ്തൻ രണ്ടാമനാണ്. ചന്ദ്രഗുപ്തൻ രണ്ടാമന്റെ കൊട്ടാരത്തിലെ ആൾക്കാരാണ് നവരത്നങ്ങൾ. ആ നവരത്നങ്ങൾ എന്ന് പറയുന്നത്, നവരത്നങ്ങൾ കാളിദാസൻ, കടകർപ്പനൻ, വേതാളഭക്തൻ, വരരുചി എന്നിങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനിയാണ് കാളിദാസൻ. കാളിദാസന്റെ കൃതികളാണ് മാളവ്യാഗ്നിമിത്ര, കുമാരസംഭവം, വിക്രമോർവശിയം. അതിൽ മൃച്ഛകടികം എഴുതിയ ശൂദ്രകനാണ്. അതിൽ കോളത്തിനകത്ത് അവസാന ഭാഗത്തിനകത്ത് നൽകിയിട്ടുണ്ട്. മൃച്ഛകടികം എഴുതിയ ശൂദ്രകൻ, ആര്യഭട്ട ആര്യഭട്ടീയം, ഇല്ലെ അമരസിംഹന്റെ അമരകോശം, മൃച്ഛകടികം എഴുതിയ ആരാണ്? ശൂദ്രകൻ എന്നിങ്ങനെയൊക്കെ നൽകിയിട്ടുണ്ട്. കോളത്തിനകത്ത് നന്നായി പഠിച്ചു വയ്ക്കാം. പിന്നെ ലഘുജാതക, ബൃഹജാതക, പഞ്ചസിദ്ധാന്തിക എന്നിങ്ങനെയൊക്കെയുള്ള ഒരു ഭാഗം നൽകിയിട്ടുണ്ട്. ഇനി അടുത്ത ലിസ്റ്റ് ഔട്ട് ദ 2 പെക്യുലാരിറ്റീസ് ദ ലൈഫ് ഓഫ് ആര്യൻസ് ഇൻ ദ സപ്തസിന്ധു റീജിയൻ. ആര്യന്മാരുടെ സപ്ത സൈന്ധവ പ്രദേശത്തിലെ ജീവിതത്തെ കുറിച്ച്, അവരുടെ ജീവിതം എപ്രകാരമുള്ളതായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ആര്യന്മാര് ആദ്യം സപ്ത സൈന്ധവ പ്രദേശത്ത് വന്ന് ജീവിച്ചു, അല്ലെ? സപ്ത സൈന്ധവ പ്രദേശത്ത് താമസിച്ചു. സപ്ത സൈന്ധവം എന്ന് വെച്ചാൽ ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്, പിന്നെ സിന്ധു, സരസ്വതി എന്നിങ്ങനെ 7 നദികളുടെ തീരത്ത് താമസിച്ചു. അവിടെ വെച്ച് എഴുതിയ ബുക്കിന്റെ പേരാണ് ഋഗ്വേദ. ഫസ്റ്റ് ലിറ്റററി വർക്ക് ഇൻ സാൻസ്ക്രിറ്റ്, അതാണ് ഋഗ്വേദം. ആ ഋഗ്വേദത്തിലൂടെയാണ് നമ്മൾ സപ്ത സൈന്ധവ പ്രദേശത്തെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത്. എന്നാൽ അവിടെ ഇന്ന് പിന്നീട് ഗാഞ്ചറ്റി പ്ലെയിനിലേക്ക് പോവുകയുണ്ടായി. അവിടെ വെച്ച് അവരെഴുതിയ ബുക്കിന്റെ പേരാണ്, 2 ബുക്കുണ്ട്. ഏതൊക്കെയാണ്? ലേറ്റർ വേദാസ് എന്നാണ് അറിയപ്പെടുന്നത്. ഏതൊക്കെയാണ്? അഥർവേദ, സാമവേദ, യജുർവേദ. അതുകൊണ്ട് തന്നെ ഈ ഗാഞ്ചറ്റി പിന്നെ നമ്മൾ ലേറ്റർ വേദിക് പീരീഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതൊക്കെ അടുത്ത വർഷം വേണ്ടതാണ്, മനസ്സിലാക്കി വെച്ചിരിക്കുക. പിന്നെ നമ്മൾ മനസ്സിലാക്കുന്നത്, ഇപ്പൊ ഇവിടെ ചോദ്യം എന്തായിരുന്നു? പെക്യുലാരിറ്റീസ് ലൈഫ് ഓഫ് ആര്യൻസ് ഇൻ ദ സപ്തസിന്ധു റീജിയൻ. ആര്യന്മാരുടെ സപ്ത സൈന്ധവ പ്രദേശത്തിലെ ജീവിതത്തിന്റെ 2 പ്രത്യേകതകൾ എഴുതുക എന്നുള്ളതാണ്. അപ്പൊ ആര്യൻസ് ബിലോങ് ടു ഡിഫറെന്റ് ട്രൈബ്സ്. ആര്യന്മാർ വ്യത്യസ്ത ഗോത്രങ്ങളായിട്ടാണ് ജീവിച്ചിരുന്നത്. എൽഡസ്റ്റ് മെമ്പർ ഓഫ് ദ ട്രൈബ് ബിക്കേം ദ ഹെഡ് ഓഫ് ദ ട്രൈബ്. ഗോത്രത്തിലെ മുതിർന്ന അംഗമാണ് ഗോത്രത്തലവനായിട്ട് മാറിയിരുന്നത്. പിന്നെ ട്രൈബൽ അസംബ്ലീസ് ടു അസിസ്റ്റ് ട്രൈബൽ ഹെഡ്സ്. ഈ ട്രൈബൽ ഹെഡ്സിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ധാരാളം അസംബ്ലികൾ ഉണ്ടായിരുന്നു, വിധാത സഭാ സമിതി. ഇതിനോട് ഒക്യുപ്പേഷൻസ് ഏതൊക്കെയാണ്? റയറിംഗ് ഓഫ് കാറ്റിൽ ആൻഡ്
ഫാമിംഗ് എന്നൊരു ഭാഗമുണ്ട്. ലാസ്റ്റ് ഭാഗത്തില് ദേ ഫോർട്ട് ബാറ്റിൽ ഫോർ പാസ്റ്ററൽ ഗ്രൗണ്ട് ആൻഡ് കാറ്റിൽ, കന്നുകാലികൾക്ക് വേണ്ടിയും മേച്ചിൽപ്പുറങ്ങൾക്ക് വേണ്ടി അവർ യുദ്ധങ്ങൾ നടത്തിയിരുന്നു. നോണ സഭയെ വിളിക്കുന്ന പേരാണ് ഗവിഷ്ടി. പിന്നെ നമ്മൾ അവിടെ തന്നെ ഒരു മനസ്സിലാക്കണം ലൈഫ് ഓഫ് പീപ്പിൾ, അതിലെ സോഷ്യൽ ലൈഫിനെ കുറിച്ച്, സോഷ്യൽ ഡിവിഷനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പ്രീസ്റ്റ്, സോൾജേഴ്സ്, കോമൺ പീപ്പിൾ മാത്രമാണ് ഇവിടെ സപ്ത സൈന്ധവ പ്രദേശത്ത്. അത് എവിടേക്ക് മാറുമ്പോഴാണ്, ഗാഞ്ചരി പ്ലേയിലേക്ക് മാറുമ്പോൾ അവിടെ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എന്നിങ്ങനെ 4 വിഭാഗങ്ങൾ രൂപം കൊള്ളുന്നു. അതായത് സപ്ത സൈന്ധവ പ്രദേശത്ത് സിമ്പിൾ ബിലീഫ് സിസ്റ്റം ആയിരുന്നുവെങ്കിൽ അപ്പുറത്ത് ഗാഞ്ചരി പ്ലേയിൽ അത് കോംപ്ലിക്കേറ്റഡ് ആൻഡ് കോംപ്ലക്സ് വേസ് ഓഫ് വർഷിപ്പ് ആയിട്ട് മാറുന്നുണ്ട്. ലോർഡ് ഇന്ദ്ര, അഗ്നി, ലോസ് ദ പ്രോവിൻസ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി അടുത്ത ഭാഗത്തിൽ റൈറ്റ് എനി 2 ഫംഗ്ഷൻസ് ഓഫ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. പ്രധാനമന്ത്രിയുടെ പ്രധാനപ്പെട്ട ചുമതലകൾ അവിടെ തന്നെ അവർ ഗവൺമെന്റ് എന്ന ചാപ്റ്റർ നമ്മൾ ചർച്ച ചെയ്താണ്. അവർ ഗവൺമെന്റില് അവിടെ പ്രധാനമായിട്ടും അവർ ഗവൺമെന്റ് നമ്മൾ മനസ്സിലാക്കിയപ്പോ രാഷ്ട്രപതിയുടെ ഫംഗ്ഷനെ കുറിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലെ. ആക്ട് ആസ് സുപ്രീം കമാൻഡർ ഓഫ് ആംഡ് ഫോഴ്സസ് അല്ലെ, സുപ്രീം കമാൻഡർ ഓഫ് ആംഡ് ഫോഴ്സസ്, ആംഡ് സർവ്വ സൈന്യാധിപനായിട്ട് പ്രവർത്തിക്കൽ അല്ലെ. ആർമി, നേവി, എയർഫോഴ്സ് എന്നിന്റെ സർവ്വ സൈന്യാധിപൻ. ഗിവ് അസെന്റ് ബിൽ പാസ്ഡ് ബൈ പാർലമെന്റ്, പാർലമെന്റ് പാസ്സാക്കുന്ന ബില്ലുകൾക്ക് അംഗീകാരം നൽകൽ. മേഴ്സി പെറ്റീഷൻസ് അല്ലെ. അങ്ങനെ കുറച്ച് പോയിന്റുകളൊക്കെ ഉണ്ട്, നന്നായി പഠിച്ചു വെക്കുക, അത് പ്രധാനപ്പെട്ട ഭാഗമാണ്. പിന്നെ അതിനകത്ത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് പ്രൈം മിനിസ്റ്റർ എന്നുള്ള ഭാഗം. പ്രൈം മിനിസ്റ്റർ എന്ന ലീഡർ ഓഫ് ദ മെജോറിറ്റി പാർട്ടി ഓർ കോalition ലോക്സഭ, ലോക്സഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെയോ മുന്നണിയുടെ നേതാവായിരിക്കും ആര്? പ്രധാനമന്ത്രി, പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത്. ആ പ്രൈം മിനിസ്റ്റർ നമ്മുടെ രാജ്യത്തിൽ ആരാണ്? നമ്മുടെ രാജ്യത്തിൽ ഇപ്പോ നമ്മുടെ രാജ്യത്തിൽ ഭൂരിപക്ഷമുള്ള പാർട്ടി ഏതാണ്? BJPയും അതിൽ അവരുടെ മുന്നണിയായിട്ട് നിൽക്കുന്നത് NDA, അവരെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഇന്ത്യ ഭരിക്കുന്നത്. അതിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അപ്പോ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ആക്ട് ആസ് ദ ലീഡർ ഓഫ് ലോക്സഭ, ലോക്സഭയുടെ നേതാവായി പ്രവർത്തിക്കൽ. നമ്മൾ നേരത്തെ പഠിച്ചാണ് ലോക്സഭ ഏത് ഹൗസാണ്? ലോവർ ഹൗസ് ആണ്, അപ്പർ ഹൗസ് ആണോ? ലോക്സഭ ലോവർ ഹൗസ്, രാജ്യസഭ അപ്പർ ഹൗസ്. രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ്? വൈസ് പ്രസിഡന്റ്, ചെയർമാൻ വൈസ് പ്രസിഡന്റ്. ലോക്സഭയുടെ ആരാണ്? സ്പീക്കർ. അപ്പൊ ലോക്സഭയുടെ നേതാവായി പ്രവർത്തിക്കുകയാണ്. ആക്ട് ആസ് ദ ലീഡർ ഓഫ് ലോക്സഭ, ആക്ട് ആസ് ദ ലീഡർ ഓഫ് ലോക്സഭ. അതിൽ കോർഡിനേറ്റ് ദ എഫേർട്സ് ഓഫ് ആരുടെയാണ്? ക്യാബിനറ്റ്, ക്യാബിനറ്റിന്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് മുന്നോട്ട് പോവുക. അങ്ങനെയൊക്കെയുള്ള ഒരു ഭാഗം കിടപ്പുണ്ട് അവർ ഗവൺമെന്റ് ലാസ്റ്റ് ഭാഗത്തിൽ നൽകിയിട്ടുള്ളതാണ്. വാട്ട് ആർ ദ മേജർ സോഴ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദി ഹിസ്റ്ററി ഓഫ് ഏൻഷ്യന്റ് തമിഴകം? പ്രാചീന തമിഴകത്തെ കുറിച്ച് മനസ്സിലാക്കാനുള്ള പ്രധാനപ്പെട്ട തെളിവുകൾ ഏതെല്ലാം? അപ്പൊ പ്രാചീന പ്രധാന സ്രോതസ്സുകൾ ഏതെല്ലാം? അപ്പൊ പ്രാചീന തമിഴകം എന്ന് പറയുന്നത്, ഏൻഷ്യന്റ് തമിഴകം, ആ ചാപ്റ്റർ തുടക്കം തന്നെ പറയുന്ന കാര്യമാണ്. ഏൻഷ്യന്റ് തമിഴ് ഇൻസ്ക്രിപ്ഷൻസ്, ഏൻഷ്യന്റ് തമിഴ് സോങ്സ്, പഴന്തമിഴ് പാട്ടുകൾ, പിന്നെ ശിലാലിഖിതങ്ങൾ, പിന്നെ മെഗാലിത്തിക് മോണുമെന്റ്സ്, മഹാശിലായുഗ സ്മാരകങ്ങൾ എന്ന് വെച്ചാൽ തൊപ്പിക്കല്ല്, കുടക്കല്ല്, മെൻഹീർ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതെല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചുള്ള ഒരു ഭാഗം താഴെ, കോയിൻസ്, ഇങ്ങനെയുള്ള ഒരു ഭാഗത്ത് ആ ചാപ്റ്റർ തുടക്കം തന്നെ താഴെയായിട്ട് നൽകിയിട്ടുണ്ട്. അത് അതിലൂടെയൊക്കെയാണ് നമ്മൾ ആ കാലഘട്ടത്തെ കുറിച്ച് മനസ്സിലാക്കുന്നത്. അടുത്ത ഭാഗത്തിൽ തീമാറ്റിക് മാപ്സ്, റീഡിംഗ് മാപ്സ് എന്നുള്ള ചാപ്റ്ററിനകത്ത് ഭൂപടങ്ങൾ വായന, അതൊരു ഭാഗം ചാപ്റ്ററിനകത്ത് പറയുന്നതാണ്. തീമാറ്റിക് മാപ്സ്, മാപ്സ് ഡെപ്പിക്റ്റിംഗ് സ്പെസിഫിക് തീംസ് ആർ നോൺ ആസ് തീമാറ്റിക് മാപ്സ്. പ്രത്യേക വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഭൂപടങ്ങളെ വിളിക്കുന്ന പേരാണ് തീമാറ്റിക് ഭൂപടങ്ങൾ എന്ന് വിളിക്കുന്നത്. അടുത്ത മെൻഷൻ ദ എസെൻഷ്യൽ ഫോർ മാപ്പ് റീഡിംഗ്, മാപ്പ് റീഡിംഗിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതെല്ലാമാണ്? ഗുഡ് നോളജ് ഓഫ് സ്കെയിൽ, ആ തോതിനെ കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം. ഡയറക്ഷൻ, ദിശയെ കുറിച്ച്, സിമ്പിൾസ്, സൈൻസ് എന്നിവയെ കുറിച്ചൊക്കെ ധാരണ ഉണ്ടായിരിക്കണം. അതായത് സ്റ്റേറ്റ്മെന്റ് ഓഫ് സ്കെയിലൊക്കെ പറയുന്നതിന് തൊട്ട് മുന്നേ ഉള്ള ഒരു ഭാഗത്തായിട്ട് നൽകിയിട്ടുണ്ട്, അവിടെയാണ് നൽകിയിരിക്കുന്നത്. ഇനി അടുത്ത ഭാഗത്തിൽ ഉമണറെ കുറിച്ച് പറയുന്ന ഭാഗമാണ്. എക്സ്പ്ലെയിൻ ദ റോൾ പ്ലേഡ് ബൈ ഉമണർ ഇൻ ദ എക്സ്ചേഞ്ച് സിസ്റ്റം എക്സ്റ്റഡ് ഇൻ ഏൻഷ്യന്റ് തമിഴകം. പ്രാചീന തമിഴകത്തില് കൈമാറ്റ വ്യവസ്ഥയിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിരുന്ന ഉമണർ. അപ്പോൾ ഇൻ ദോസ് ഡേയ്സ് സാൾട്ട് വാസ്, ആ ചാപ്റ്ററിന്റെ അവസാന ഭാഗത്ത് ഇൻ ദോസ് ഡേയ്സ് സാൾട്ട് വാസ് ആൻ ഇമ്പോർട്ടന്റ് കമോഡിറ്റി ഓഫ് എക്സ്ചേഞ്ച്. അക്കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ട കൈമാറ്റ വസ്തു എന്തായിരുന്നു? ഉപ്പായിരുന്നു. ദിസ് എക്സ്ചേഞ്ച് വാസ് ഡൺ ബൈ മെർച്ചന്റ് ഗ്രൂപ്പ് കാൾഡ് ഉമണർ. ഇത് കൈമാറ്റം ചെയ്യപ്പെടുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ് ഉമണർ. പിന്നെ ദേ ആൾസോ എക്സ്ചേഞ്ച് സ്പൈസ്, അവരെന്ത് കൈമാറ്റം ചെയ്യപ്പെടുന്നു? സ്പൈസ്, സുഗന്ധ ദ്രവ്യങ്ങൾ കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നു. ദേ ആൾസോ കളക്ടഡ് സാൾട്ട് ആൻഡ് ഡ്രൈഡ് ഫിഷ് ആൻഡ് എക്സ്ചേഞ്ച് ഫോർ സ്പൈസസ് ഫോർ അതർ തിണേഴ്സ്. മറ്റ് തിണകളിൽ കൊണ്ടുപോയി ഉപ്പും ഉണക്കമീനും ഒക്കെ. ഉപ്പും ഉണക്കമീൻ എവിടെ നിന്ന് ശേഖരിക്കും? നെയ്ത്തർ എന്ന കോസ്റ്റൽ റീജിയനിൽ നിന്ന് ശേഖരിക്കുകയും എന്നിട്ട് സ്പൈസ് ഒക്കെ ശേഖരിക്കുന്ന എവിടെ നിന്നാണ്? കുറിഞ്ചി എന്ന ഹില്ലി ഏരിയയിൽ കൊണ്ടുപോയി വിറ്റഴിക്കുകയും ചെയ്യും. അപ്പൊ ഇവര് അത് ഈ കാലഘട്ടത്തിൽ ഈ എക്സ്ചേഞ്ച് വാസ് ഡൺ ബൈ സമ്മർ സീസൺ. ഇപ്പൊ ഏറ്റവും കൂടുതൽ എക്സ്ചേഞ്ച് നടത്തിയിരുന്ന സീസണിലാണ്, സമ്മർ സീസണിലാണ്. ആ ഒരു ഭാഗമാണ് ഈ ഉമണറെ കുറിച്ച് പറയുന്ന ഭാഗം. അടുത്ത ഡ്രെയിൻ തിയറി. ഡ്രെയിൻ തിയറിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയ ഉമണറിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ മനസ്സിലേക്ക് ഉറപ്പിച്ചു വെക്കണം മൂവിങ് ദാറ്റ്സ്. ആരൊക്കെയാണ്? ചേര, ചോള, പാണ്ഡ്യാസ്. ചേരന്മാരുടെ ക്യാപിറ്റല് മുജിരി, ചോളന്മാരുടെ ക്യാപിറ്റല് ഉറയൂർ, പാണ്ഡ്യന്മാരുടെ ക്യാപിറ്റല് മധുരൈ.
അടുത്ത ഡ്രെയിൻ തിയറിയെ കുറിച്ചാണ്. ഡ്രെയിൻ തിയറി, ചോർച്ചാ സിദ്ധാന്തം. ഹൂ ഇൻട്രൊഡ്യൂസ്ഡ് ഡ്രെയിൻ തിയറി? നമ്മൾ എക്കണോമിക് തോട്ടുമായിട്ട് ബന്ധപ്പെട്ട ഭാഗമാണ് സമ്പദ് ശാസ്ത്ര ചിന്തകൾ. ആ ചാപ്റ്റർ തുടക്കം തന്നെ പറയുന്നുണ്ട് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഏതൊക്കെയാണ് ഉൽപാദന പ്രക്രിയയിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ. ഇതൊക്കെയാണ് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസർ. ലാൻഡിന് റെന്റ്, ലേബറിന് വേജസ്, അതേപോലെ തന്നെ പ്രോഫിറ്റ്. ലാൻഡിന് റെന്റ് കൊടുക്കും, ലേബറിന് വേജസ്, അതുപോലെ തന്നെ ക്യാപിറ്റൽ ഇൻട്രസ്റ്റ്, ലാസ്റ്റ് ഭാഗത്തിൽ ഓർഗനൈസറിന് പ്രോഫിറ്റ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ അത് നൽകുന്നത്. പിന്നെ വാട്ട് ആർ ദ ഫണ്ടമെന്റൽ പ്രോബ്ലം ഫേസ്ഡ് ബൈ എൻ ഇക്കോണമി? ഒരു ഇക്കോണമി നേരിടുന്ന പ്രധാനപ്പെട്ട ചാലഞ്ചസ്, വെല്ലുവിളികൾ ഏതൊക്കെയാണ്? എസെൻഷ്യൽ പ്രോബ്ലംസ് ഏതൊക്കെയാണ്? വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഹൗ മച്ച് പ്രൊഡ്യൂസ്? എന്ത് ഉൽപ്പാദിപ്പിക്കണം, എത്ര അളവ് ഉൽപ്പാദിപ്പിക്കണം? അതേപോലെ തന്നെ ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം? ലാസ്റ്റ് ഒന്നുകൂടി പറഞ്ഞു ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. അതിനുശേഷം അടുത്ത ഭാഗത്തിൽ പറഞ്ഞ കാര്യം എന്താണ്? ഫാദർ ഓഫ് എക്കണോമിക്സ് ആരാണ്? ആദം സ്മിത്ത്. ആദം സ്മിത്തിന്റെ ബുക്കിന്റെ പേരാണ് ആൻ എൻക്വയറി ഇൻ ദി നേച്ചർ ആൻഡ് കോസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ്. അദ്ദേഹത്തിന്റെ തിയറി വിളിക്കുന്ന പേര് ലേസസ്ഫിയർ തിയറിക്ക് പറയുന്നത് അദ്ദേഹം ഹി വാണ്ടഡ് ലിമിറ്റഡ് ഗവൺമെന്റ് ഇന്റർവെൻഷൻ ഇൻ എക്കണോമിക് ആക്ടിവിറ്റീസ് ആൻഡ് ആർഗ്യൂഡ് മോർ ഫ്രീഡം ടു ഇൻഡിവിജ്വൽസ്. അപ്പോ ഗവൺമെന്റ് പ്രവർത്തനങ്ങൾ കുറയ്ക്കണമെന്നും വ്യക്തികൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകണമെന്നും എന്നുള്ളതാണ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്നാണ് ആര് പറഞ്ഞത്? ഈ ലേസസ്ഫിയർ തിയറിയിലൂടെ ആദം സ്മിത്ത്. പിന്നെ അടുത്ത ആളുടെ പേര് കാൾ മാക്സിന്റെ പറഞ്ഞ ദസ്റ്റ് ക്യാപിറ്റൽ എന്നാണ് ബുക്കിന്റെ പേര്. അദ്ദേഹത്തിന്റെ തിയറി വിളിക്കുന്ന പേര് സർപ്ലസ് വാല്യൂ. ലൈറ്റ് ഷെയർ ഗോസ് ടു ക്യാപിറ്റലിസ്റ്റ് ആസ് എ പ്രോഫിറ്റ് എന്നൊക്കെ പറയുന്ന ഒരു ഭാഗമുണ്ട്. അതാണ് ആ ഭാഗം. അടുത്ത ഭാഗത്തില് ആൽഫ്രഡ് മാർഷലിന്റെ ബുക്കിന്റെ പേര് പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ്. അദ്ദേഹം പറഞ്ഞത് ആൾ എക്കണോമിക് ആക്ടിവിറ്റീസ് വെൽഫെയർ ഓറിയന്റഡ്, എല്ലാ പ്രവർത്തനങ്ങളും ക്ഷേമബന്ധിതമായിരിക്കണം എന്ന് പറഞ്ഞത്. പിന്നെ അതുപോലെ പോളേസ് സാമുവൽസണും ലയണൽ റോബിൻസണും. അപ്പോ ലിമിറ്റഡ് റിസോഴ്സ് ആൻഡ് എവർ ഇൻക്രീസിംഗ് വാട്സ് ആൻഡ് ലിമിറ്റഡ് റിസോഴ്സിനെ കുറിച്ച് പറഞ്ഞ ആളാണ് പോളേസ് സാമുവൽസൺ, ലയണൽ റോബിൻസ്. പിന്നെ ജുഡീഷ്യസ് യൂട്ടിലൈസേഷൻ, ലിമിറ്റഡ് റിസോഴ്സ്, അങ്ങനെ ഒരു കാര്യത്തെ കുറിച്ചാണ് പോളേസ് സാമുവൽസൺ ഒക്കെ പറഞ്ഞത്. അടുത്ത ഭാഗത്തില് ചാണക്യനെ കുറിച്ച് പറഞ്ഞു. ചാണക്യനെ കുറിച്ചാണ് അടുത്ത ഭാഗത്തിൽ പറയുന്നത്. ചാണക്യനെ കുറിച്ചാണ് പറയുന്നത്. ചാണക്യൻ എഴുതിയ ബുക്കിന്റെ പേരാണ് അർത്ഥശാസ്ത്രം. അർത്ഥശാസ്ത്രം റിട്ടൺ ബൈ ആരാണ്? ചാണക്യ, അല്ലെങ്കിൽ കൗടില്യ, അല്ലെങ്കിൽ വിഷ്ണുഗുപ്ത. അതിന്റെ തിയറി വിളിക്കുന്ന പേരാണ് സപ്താംഗ തിയറി. സ്വാമി അമാത്യ കോസ ദണ്ഡ ദുർഗ എന്നുള്ളത് അത് വേറെ ചാപ്റ്ററിൽ മഗധാട്ട് താനേശ്വർ എന്ന ചാപ്റ്ററിൽ പറഞ്ഞാണ്. പിന്നെ അടുത്ത ഭാഗത്തിലാണ് ഡ്രെയിൻ തിയറിയെ കുറിച്ച് പറഞ്ഞത്. ഡ്രെയിൻ തിയറി ആരുടെയാണ്? ദാദാഭായ് നവറോജിയുടെ. ദാദാഭായ് നവറോജി ഡ്രെയിൻ തിയറിക്കകത്ത് പറയുന്ന കാര്യം എന്ന് പറയുന്നത് ബ്രിട്ടീഷേഴ്സ് ഡ്രെയിനിങ് അവർ റിസോഴ്സ്, ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തിക്കൊണ്ട് പോകുന്നുവെന്നും ബ്രിട്ടീഷേഴ്സ് ഡ്രെയിനിങ് അവർ റിസോഴ്സ് ദാറ്റ് ലെഡ് ടു ദ എക്കണോമിക് ക്രൈസിസ് ആൻഡ് പോവർട്ടി, അതിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്കും ദാരിദ്ര്യത്തിലേക്കും നയിക്കുന്നുവെന്നും ആരും ചൂണ്ടിക്കാണിച്ചു? ദാദാഭായ് നവറോജി. ബ്രിട്ടീഷേഴ്സ് ഡ്രെയിനിങ് അവർ റിസോഴ്സ് ദാറ്റ് ലെഡ് ടു ദ എക്കണോമിക് ക്രൈസിസ് ആൻഡ് പോവർട്ടി. ഇനി ഹൗ ഡിഡ് ഇന്ത്യൻ വെൽത്ത് ഫ്ലോ ടു ബ്രിട്ടൻ? എങ്ങനെയാണ് ഇന്ത്യയുടെ സമ്പത്ത് ബ്രിട്ടനിലേക്ക് കയറ്റുമതി ചെയ്ത് കൊണ്ടുപോയത്? എങ്ങനെയാണത്? നമ്മൾ പറഞ്ഞാണ് ഇന്ത്യൻ വെൽത്ത് വാസ് റോബ്ഡ് ഫോർ എക്സ്പാൻഡിംഗ് ബ്രിട്ടീഷ് എംപയർ. ഇന്ത്യയുടെ സമ്പത്ത് കൊള്ളയടിക്കപ്പെട്ടു ബ്രിട്ടീഷ് സാമ്രാജ്യം വിപുലീകരിക്കുന്നതിന് വേണ്ടിയിട്ട്. ലോകത്തെല്ലായിടത്തും ബ്രിട്ടീഷ് സാമ്രാജ്യമുണ്ട്, അത് വിപുലീകരിക്കുന്നതിന് ഇന്ത്യൻ സമ്പത്ത് കൊള്ളയടിക്കപ്പെട്ടു. പിന്നെ ബ്രിട്ടീഷ് ഓഫീസേഴ്സ് വർ പെയ്ഡ് ഹൈ സാലറീസ്, ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർക്ക് നൽകുന്ന ഉയർന്ന ശമ്പളത്തിലൂടെ. ഫാം ആൻഡ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ് വർ എക്സ്പോർട്ടഡ് ടു ഇംഗ്ലണ്ട്, കാർഷിക വ്യവസായിക ഉൽപ്പന്നങ്ങൾ എവിടെ കയറ്റുമതി ചെയ്യുകയാണ്? ബ്രിട്ടനിലേക്ക്. പിന്നെ ഇന്ത്യൻ ലേബറേഴ്സ് വർ ട്രീറ്റഡ് ആസ് സ്ലേവ്സ്, ഇന്ത്യയിലെ തൊഴിലാളികളെ അടിമകളെ പോലെ പണിയെടുപ്പിച്ചിരുന്നു, അടിമകളാക്കി കണക്കാക്കിയിരുന്നു. ഇതൊക്കെയാണ്. പിന്നെ അടുത്ത ഭാഗത്തിൽ ആ ചാപ്റ്ററിൽ തന്നെ വേറൊരു ഭാഗമുണ്ട്. ഹിന്ദു സ്വരാജ് എഴുതിയതാണ് മഹാത്മാഗാന്ധി. അതിന്റെ ആശയമാണ് ട്രസ്റ്റിഷിപ്പ്. ഇനി അടുത്ത വാട്ട് ആർ ദ മെയിൻ കോസസ് ദാറ്റ് ലെഡ് ടു ദി ഡിക്ലൈൻ ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ. ഹാരപ്പൻ സംസ്കാരം നശിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഫ്ലഡ്, എക്സ്റ്റേണൽ ഇൻവേഷൻ, എപ്പിഡമിക്സ്, ഡീഫോറസ്റ്റേഷൻ, വനനശീകരണം, ഇവയൊക്കെയാണ്. അപ്പൊ ആ ചാപ്റ്ററിൽ നമ്മൾ നേരത്തെ ഇൻഡസ് വാലി സിവിലൈസേഷൻ, ഇൻഡസ് നദിയുടെ തീരത്ത്, രണ്ടാമത്തെ ചാപ്റ്ററാണ് ഭാഗം. ഇൻഡസ് വാലി സിവിലൈസേഷൻ ഇൻഡസ് നദിയുടെ തീരത്ത്. അടുത്ത രണ്ടാമത്തത് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ നൈലിന്റെ തീരത്ത്. അടുത്ത യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രീസ് നദിയുടെ തീരത്താണ്. ഏത്? ദ ലാൻഡ് ബിറ്റ്വീൻ റിവേഴ്സ്, അവിടെയാണ് ഇത് മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ. അടുത്ത ഒന്നും കൂടിയുണ്ട്, ചൈനീസ് സിവിലൈസേഷൻ ഹൊയാഹോ നദിയുടെ തീരത്ത്. അടുത്ത ഭാഗത്തില് തിണൈ കോൺസെപ്റ്റിനെ കുറിച്ചാണ്. നമ്മൾ ഏൻഷ്യന്റ് തമിഴകത്തിൽ തിണൈ കോൺസെപ്റ്റിനെ കുറിച്ച് മനസ്സിലാക്കിയതാണ്. കുറിഞ്ചി, മുല്ലൈ, പാലൈ, മരുതം, നെയ്ത്തൽ. കുറിഞ്ചി, മുല്ലൈ, പാലൈ, മരുതം, നെയ്ത്തൽ അല്ലേ? അതിൽ കുറിഞ്ചി എന്ന് പറയുന്ന ഹില്ലി ഏരിയ ആണ്, മലയോര പ്രദേശമാണ് കുറിഞ്ചി എന്ന് പറയുന്നത്.
ആ കുറിഞ്ചിയിലെ ജനങ്ങളുടെ ഒക്യുപ്പേഷൻ എന്ന് പറയുന്നത് ഹണ്ടിങ്, കളക്ടിങ് ഫോറസ്റ്റ് റിസോഴ്സസ് അല്ലേ, പെപ്പർ കൾട്ടിവേഷൻ ഇവയൊക്കെയാണ്. അടുത്ത രണ്ടാമത്തെ ഏരിയ ആണ് മുല്ലേ. മുല്ലേ എന്ന് വെച്ചാൽ ഗ്രാസ് ലാൻഡ് ആണ്. അവിടുത്തെ ഒക്യുപ്പേഷൻ എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണ്? കാറ്റിൽ റെയറിംഗ് ആണ്, കന്നുകാലികളെ വളർത്തലാണ്. അടുത്ത അവിടെ ഒരു കാര്യം കൂടെ ഉണ്ട്, സീസിങ് കാറ്റിൽ. സ്റ്റീലിംഗ് അല്ല, കന്നുകാലികളെ കവർന്നെടുക്കുന്ന രീതിയല്ല, സീസിങ് പിടിച്ചെടുക്കുന്ന രീതി, അതിനെ വിളിക്കുന്ന പേരാണ് ബെഡ്ചി. പിന്നെ അതിനുശേഷം അടുത്ത ഭാഗത്തില് മൂന്നാമത്തത് പാലെ. പാലെ എന്ന് വെച്ചാൽ ഡ്രൈ ലാൻഡ് ആണ്, വരണ്ട ഭൂപ്രദേശമാണ് പാലെ. അവിടുത്തെ ഒക്യുപ്പേഷൻ എന്ന് വെച്ചാൽ പ്ലണ്ടറിങ് അല്ലെങ്കിൽ എന്തുവാ സ്റ്റീലിംഗ് കാറ്റിലാണ്. അടുത്ത നാലാമത്തെ പാർട്ടായിട്ടുള്ള മരുതം, വെറ്റ്ലാൻഡ് ആണ്. അവിടുത്തെ ഒക്യുപ്പേഷൻ എന്ന് പറയുന്നത് എന്താണ്? അഗ്രികൾച്ചർ, റൈസ് ആൻഡ് ഷുഗർ കെയിൻ. ലാസ്റ്റ് ഭാഗത്തിൽ ഒന്നും കൂടി പറഞ്ഞു, നെയ്ത്തൽ കോസ്റ്റൽ റീജിയൻ ആണ്, തീരപ്രദേശമാണ്. അവിടുത്തെ ഒക്യുപ്പേഷൻ എന്ന് പറയുന്നത് ഫിഷിംഗ് ആൻഡ് സാൾട്ട് പ്രൊഡക്ഷൻ, മീൻപിടുത്തവും ഉപ്പുണ്ടാക്കലുമാണ്. അപ്പൊ ഇവിടെ പാലയിൽ പാല എങ്ങനെയാണ്? പാലയില് ഡ്രൈ ലാൻഡ് ആണ്, സ്റ്റീലിംഗ് കാറ്റിൽ. മരുതം എന്ന് പറയുന്നത് വെറ്റ്ലാൻഡ് ആണ്. അവിടുത്തെ ഒക്യുപ്പേഷൻ എന്ന് പറയുന്നത് എന്താണ്? അഗ്രികൾച്ചർ ആണ്, അല്ലെ ഫാമിംഗ് ആണ്, കൃഷിയാണ്. അടുത്ത കോസ്റ്റൽ റീജിയൻ ആണ് ഇത് നെയ്ത്തൽ, ഫിഷിംഗും സാൾട്ട് പ്രൊഡക്ഷനും. അടുത്ത ലാൻഡ് ഓണേഴ്സ് സിസ്റ്റം ഇന്ത്യ ഡ്യൂറിംഗ് ശതമാന കാലഘട്ടത്തിലെ ഭൂമിദാന സമ്പ്രദായത്തെ കുറിച്ചാണ്. അപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് അടുത്ത ചാപ്റ്ററിൽ അടുത്ത വർഷം ഇത് പഠിക്കാനുണ്ട്. ഭൂമിദാന സമ്പ്രദായങ്ങൾക്ക് തുടക്കം കുറിച്ച ശതവാന്മാരാണ്. അത് വ്യാപകമായി തീർന്നത് ഗുപ്തന്മാരുടെ കാലഘട്ടത്തിലാണ്. അപ്പൊ ശതവാന സ്റ്റാർട്ടഡ് ലാൻഡ് ഗ്രാൻഡ് സിസ്റ്റം ടു ആർക്കൊക്കെയാണ്? ബുദ്ധിസ്റ്റ് മങ്സ് ആൻഡ് ബ്രാഹ്മൺസ്. ബ്രാഹ്മണന്മാർക്കും ബുദ്ധമത സന്യാസിമാർക്കും ഒക്കെ ഭൂമിദാനം നൽകാൻ തുടങ്ങി. ഇനി ദ മേജർ എയിം ഓഫ് ദ ലാൻഡ് ഡൊണേഷൻ വാസ് ദ എൻലാർജ്മെന്റ് ഓഫ് അഗ്രികൾച്ചറൽ ഏരിയ. അഗ്രികൾച്ചറൽ ഏരിയ എന്ന് വെച്ചാൽ ഭൂമിദാനം ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് കാർഷിക മേഖല വിപുലപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. ഗ്രാജുവലി ദേ വർ ഗിവൺ ടു ദ അഡ്മിനിസ്ട്രേറ്റീവ് പവർ. അവർക്ക് എന്തുകൊണ്ട് നൽകാൻ തുടങ്ങി? ഭൂമിദാനം നൽകിയവർക്ക് ഭരണനിർവഹണ അധികാരം കൂടെ നൽകാൻ തുടങ്ങി. This led to the weakened power of the king. ഇത് രാജാക്കന്മാരുടെ അധികാരം കുറയുന്നതിന് കാരണമായി തീർന്നു. അപ്പൊ ഇത് ഭൂമിദാന സമ്പ്രദായം. ഇത് കമ്പയർ ദ ലാൻഡ് ഓണേഴ്സ് സിസ്റ്റം ഓഫ് ശതവാന ആൻഡ് ഗുപ്ത പീരീഡ്. രണ്ട് ഭാഗത്തുമുണ്ട്. അത് ശതവാനന്മാരുടെ കാലഘട്ടത്തിലും ഗുപ്തന്മാരുടെ കാലഘട്ടത്തിലും ഭൂമിദാന സമ്പ്രദായത്തെ കുറിച്ച് താരതമ്യം ചെയ്ത് ചോദിക്കാം. അടുത്ത ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ചാണ്, ആഗോളതാപനം. ഇത് നമ്മൾ ബ്ലാങ്കറ്റ് ഓഫ് ദ എർത്ത് എന്നുള്ള ചാപ്റ്ററിലാണ് പറയുന്നത്. ആ ബ്ലാങ്കറ്റ് ഓഫ് ദ എർത്ത് എന്ന ചാപ്റ്ററിൽ ഗ്ലോബൽ വാർമിങ്, ആഗോളതാപനം എങ്ങനെയാണ് ഉണ്ടാവുന്നതാണ്. ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഇൻ ദ അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയർ എന്താണെന്ന്? അറ്റ്മോസ്ഫിയർ ഇസ് ദ ബ്ലാങ്കറ്റ് ഓഫ് എയർ സറൗണ്ടിങ് ദി എർത്ത്. ഭൂമി ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന വായുവിന്റെ പുതപ്പാണ് അറ്റ്മോസ്ഫിയർ. അപ്പൊ അന്തരീക്ഷത്തില് ഈ ഹരിതഗ്രഹ വാതകങ്ങളുടെ എണ്ണം കൂടുമ്പോൾ ചൂട് വർദ്ധിക്കും. അതിനെ വിളിക്കുന്ന പേരാണ് ഗ്ലോബൽ വാർമിങ്. അപ്പൊ ഗ്ലോബൽ വാർമിംഗ് എന്താണത്? ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഇൻ അറ്റ്മോസ്ഫിയർ ഡ്യൂ ടു ഗ്രീൻ ഹൗസ് ഗ്യാസസ്. അന്തരീക്ഷത്തിൽ ഹരിതഗ്രഹ വാതകങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നതനുസരിച്ച് ചൂട് വർദ്ധിക്കും. അതിനെ വിളിക്കുന്ന പേരാണ് ഗ്ലോബൽ വാർമിംഗ്. ഈ ഗ്ലോബൽ വാർമിംഗ് എങ്ങനെയാണ് ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് ഭീഷണിയായി തീരുന്നത്? എങ്ങനെയാണ് നമ്മൾ മനസ്സിലായി? മെൽറ്റിംഗ് ഓഫ് പോളാർ ഐസ്, ധ്രുവ പ്രദേശങ്ങളുടെ മഞ്ഞൊരുകും. ഡിപ്ലീഷൻ ഓഫ് മെനി സ്പീഷീസ് ഓഫ് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ്, ധാരാളം സസ്യജന്തുജാലങ്ങൾ ഇല്ലാതായി തീരും. പിന്നെ ഡിസ്ട്രക്ഷൻ ഓഫ് കോസ്റ്റൽ ഇക്കോസിസ്റ്റം, തീരദേശ ആവാസ വ്യവസ്ഥ തകരും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ആ ചാപ്റ്ററിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നെഗറ്റീവ് ഇമ്പാക്ട്സ് ഓഫ് അൾട്രാവൽ റൈസ്, സ്റ്റണ്ടഡ് ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ് ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. സ്റ്റണ്ടഡ് ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ്, അല്ലെ പ്രിമച്വർ ഏജിങ്, ബ്ലൈൻഡ്നെസ് എന്നുള്ളൊരു ഭാഗം നൽകിയിട്ടുണ്ട്. അകാല വാർദ്ധക്യം, ഇതൊക്കെ. അപ്പൊ അതും വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, വായിച്ചു വെച്ചിരിക്കുക. ഇനി അടുത്ത ഭാഗത്തില് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ് മഹാത്മാഗാന്ധി ഏതാണ്? ഹിന്ദു സ്വരാജ്, പബ്ലിഷ് 1909. അടുത്ത ആദസ്മിത്തിന്റെ ഏതാണ്? ലേസേസ്ഫിയർ തിയറി ആണ്. അതിന്റെ ബുക്കിന്റെ പേര് അനൻഗൂർ ദ നേച്ചർ ആൻഡ് കോസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ്. അദ്ദേഹമാണ് ഫാദർ ഓഫ് എക്കണോമിക്സ്. അടുത്ത ആൽഫ്രഡ് മാർഷലിന്റെ ബുക്കിന്റെ പേര് പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് എന്നുള്ളതാണ്, അല്ലെ? അപ്പോൾ പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ്, ആൾ ആക്ടിവിറ്റീസ് മസ്റ്റ് ബി വെൽഫെയർ ഓറിയന്റഡ് എന്ന് പറഞ്ഞ ആളാണ് ആൽഫ്രഡ് മാർഷൽ. അടുത്ത അമർത്യ സെൻ വെൽഫെയർ എക്കണോമിക്സിനെ കുറിച്ച്, ക്ഷേമ സാമ്പത്തിക ശാസ്ത്രത്തെ കുറിച്ച് പറഞ്ഞ വ്യക്തിയാണ് അമർത്യ സെൻ. അത് നോബൽ പ്രൈസ് ഒക്കെ ലഭിച്ച വ്യക്തിയാണ്. അടുത്തത് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ സ്മാൾ സ്കെയിൽ മാപ്പ് ആൻഡ് ലാർജ് സ്കെയിൽ മാപ്പ്. ചെറിയ തോത് ഭൂപടവും വലിയ തോത് ഭൂപടവും തമ്മിലുള്ള വ്യത്യാസം ആ ചാപ്റ്ററിൽ സ്മാൾ സ്കെയിൽ മാപ്പിനെ കുറിച്ചും ലാർജ് സ്കെയിൽ മാപ്പിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പൊ സ്മാൾ സ്കെയിൽ മാപ്പും ലാർജ് സ്കെയിൽ മാപ്പും, അപ്പോ എന്തിനെ കുറിച്ചല്ല? സ്മാൾ സ്കെയിൽ മാപ്പ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്താണ്? വലിയ ഭൂപ്രദേശങ്ങളിലെ പ്രധാന വിവരങ്ങൾ ഉൾക്കൊള്ളിച്ച് തയ്യാറാക്കുന്ന ഭൂപടവും, അതേപോലെ തന്നെ ചെറിയ ഭൂപ്രദേശങ്ങളിലെ ഡീറ്റെയിൽ ഇൻഫർമേഷൻ ഉൾക്കൊള്ളിച്ച് തയ്യാറാക്കുന്ന ഭൂപടവുമാണ് ലാർജ് സ്കെയില്, സ്മാൾ സ്കെയില്.
അതിൽ അറ്റ്ലസ് മാപ്പും ബാൺ മാപ്പും എന്നൊരു ഉദാഹരണമാണ്. ലാർജ് സ്കെയിൽ ആണോ സ്മാൾ സ്കെയിൽ ആണോ? അതേപോലെ തന്നെ കഡസ്ട്രൽ മാപ്പ് ടോപ്പോഗ്രാഫിക്കൽ മാപ്പ് എന്തൊരു എക്സാമ്പിൾ ആണ്? ലാർജ് ആണോ സ്മാൾ ആണോ? ആ ഒരു ഭാഗം. ലാസ്റ്റ് ഭാഗത്തിൽ ഒന്നും കൂടി ഉണ്ട്. ലാസ്റ്റ് ഭാഗത്തില് അതിനകത്ത് സ്റ്റേറ്റ്മെന്റ് ഓഫ് സ്കെയിൽ റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ ഒക്കെ ഉണ്ട്. ഇനി അടുത്ത എക്സ്പ്ലെയിൻ ദ ലൈഫ് ഓഫ് പീപ്പിൾ ഡ്യൂറിംഗ് ദ മെഗാലിത്തിക് പീരീഡ്. മെഗാലിത്തിക് കാലഘട്ടത്തിലെ ജനങ്ങളുടെ ജീവിതത്തെ കുറിച്ച് കുറിഞ്ചി, മുല്ല, പാല, മരുതം, നെയ്ത്തൽ ആ ഒരു ഭാഗവും കൂടാതെ ആ ഒരു ഭാഗത്തിലെ അകംപാട്ടുകൾ, പുറംപാട്ടുകൾ ഈ കാലഘട്ടത്തിൽ, പിന്നെ അതുപോലെ തന്നെ അവയാറിനെ കുറിച്ച് എഴുതാം. അവയാർ ആരാണ്? ഫേമസ് വുമൺ പോയിറ്റ്. പിന്നെ അതുപോലെ കപിലർ, പരണർ, മധുര, നക്കീരൻ, പാലൈ, ഗൗതമനാർ. പിന്നെ ആ കാലഘട്ടത്തെ കുറിച്ച് വരുന്ന സ്രോതസ് ഏതാണ്? മെഗാലിത്തിക് മോണുമെന്റ്സ് ഇവയിൽ നിന്നാണ്. പിന്നെ ആ കാലഘട്ടത്തിൽ പ്രധാനമായിട്ടും കുറിച്ചി, മുല്ല, പാല, മരുതം, നെയ്ത്തൽ എഴുതണം. പിന്നെ ഉമ്മറിന്റെ കാലഘട്ടത്തെ കുറിച്ച് എഴുതണം. പിന്നെ അല്ലലാവണം ഈവനിങ് മാർക്കറ്റ് ആണ്, മോർണിംഗ് മാർക്കറ്റ് ആണ്. അല്ലലാവണം ഈവനിങ് മാർക്കറ്റ് ആണ്, മോർണിംഗ് മാർക്കറ്റ് ഏതാണ്? നാളങ്ങാടി. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഉമ്മറിനെ കുറിച്ച് പറയുന്നത്, മൂവേന്ദൻസിനെ കുറിച്ച്. അപ്പൊ ഇതെല്ലാം ഉൾക്കൊള്ളിച്ച് എഴുതണം. അടുത്ത കോൺട്രിബ്യൂഷൻ ജൈനിസം ആൻഡ് ബുദ്ധിസം. ബുദ്ധമത്തിന്റെയും ജൈനമത്തിന്റെയും സംഭാവനയാണ്. അപ്പോൾ കോമൺ ഫീച്ചേഴ്സ് ഓഫ് ബുദ്ധിസം ആൻഡ് ജൈനിസം എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്തെഴുതും? കോമൺ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ദേ ഫൈറ്റ് അഗെയിൻസ്റ്റ് എന്തിനാണ്? വേദിക് പ്രാക്ടീസ് ആൻഡ് കാസ്റ്റ് സിസ്റ്റം. വേദ കാലഘട്ടത്തിനെതിരെയും അദ്വൈത കാലഘട്ടത്തിലെ സമ്പ്രദായത്തിനെതിരെയും ജാതി വ്യവസ്ഥയ്ക്ക് എതിർത്തുന്നു. പിന്നെ ദേ യൂസ്ഡ് കോമൺ ലാംഗ്വേജ്, ഇതാണ് പാലി ആൻഡ് പ്രാകൃത്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് പറയുന്നത്. കൂടാതെ അവിടെ തുടക്കം തന്നെ പറയുന്ന കാര്യം, ആ പേജ് 2 പേജായിട്ടാണ് നൽകിയിരിക്കുന്നത്. അതിനകത്ത് ഫിലോസഫി ഓഫ് ബുദ്ധിസം എന്ന് പറയുന്നുണ്ട്. ഫിലോസഫി ഓഫ് ബുദ്ധിസം. He gave importance of karma. Buddha gave importance on karma. He gave importance moral use of the people. പിന്നെ ബുദ്ധിസ്റ്റ് ടെക്സ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ബുദ്ധിസ്റ്റ് ടെക്സ്റ്റുകളാണ് വിനയ പീഠക, സൂത്ത പീഠക, അഭിതമ പീഠക. ഇതിനെ കുറിച്ച് പറയുന്ന കംപ്രൈസ് മെയിൻ ടെനൻസ് ഓഫ് ബുദ്ധിസം. പിന്നെ അതിനുശേഷം അടുത്ത കോൺട്രിബ്യൂഷൻ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഓഫ് സംഘ വെരി മച്ച് കോൺട്രിബ്യൂട്ട് ദ ഫീൽഡ് ഓഫ് എന്തിനാണ്? ഡെമോക്രാറ്റിക് കൾച്ചർ. അതിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ അടുത്ത ആ പാരഗ്രാഫിൽ തന്നെ താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട്. They built many ചൈത്യാസ്, വിഹാരാസ്, ടെമ്പിൾസ്. ഇവയെല്ലാം എന്താണ്? എവിഡൻസ് ഫോർ ദ ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ. പിന്നെ അതിനുശേഷം അടുത്ത പേജിലായിട്ട് നൽകിയിട്ടുണ്ട് they started trade relation with many foreign countries. പിന്നെ ശ്രീലങ്ക, ജാവ, സുമാത്ര വേർ ദ മേജർ സെന്റേഴ്സ് ഓഫ് ബുദ്ധിസം. പിന്നെ അതിനുശേഷം മേജർ വിഹാരാസ് ഏതൊക്കെയാണ്? നളന്ദ, തക്ഷശില, വിക്രമശില ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട. ഇതൊക്കെ ബുദ്ധിസ്റ്റ് ടീച്ചിങ്സിന്റെ പ്രധാനപ്പെട്ട വിഹാരങ്ങൾ. യൂണിവേഴ്സിറ്റീസിന്റെ പേര് നളന്ദ, തക്ഷശില, വിക്രമശില ഇവയൊക്കെയാണ്. പിന്നെ റീസൺ ഫോർ ദ ഡിക്ലൈൻ ഓഫ് ബുദ്ധിസം, ബുദ്ധമതം നശിക്കാനുള്ള കാരണം ഏതൊക്കെയാണ്? റിവൈവൽ ഓഫ് വേദിക് റിലീജിയൻ, വേദകാലഘട്ടത്തിൽ തിരിച്ചുവരവ്. ഡിവൈഡ് ടു ഏതൊക്കെയാണ്? മഹായാന, ഹീനയാന ഇതൊക്കെയാണ്. പിന്നെ ഫെയിൽ ടു റിസീവ് മച്ച് സപ്പോർട്ട് ഫ്രോം ലേറ്റർ റൂളേഴ്സ്. ഈ കാരണങ്ങളൊക്കെയാണ് ബുദ്ധമതം നശിക്കാനുള്ള കാരണമായിട്ട് പറയുന്നത്. അടുത്ത ജൈനമതത്തിലാണ്. ജൈനമതത്തിലെ സന്യാസിയാണ് 27 സന്യാസിമാരാണ്. 24 സന്യാസിയാണ് വർദ്ധമാന മഹാവീരൻ. അവരെ ഉപയോഗപ്പെടുത്തിയ ഭാഷ ഇവരെല്ലാം 2 വേദകാലഘട്ടത്തെ എതിർക്കുകയും അതുപോലെ തന്നെ വേദിക് പ്രാക്ടീസിനെയും കാര്യങ്ങൾ എതിർക്കുകയും ചെയ്തു. പിന്നെ ഫിലോസഫി എന്ന് പറയുന്നത് ഇവര് പ്രധാനമായിട്ടും ഫോളോഡ് സെലിബസി ഇൻ ലൈഫ്. ഉറപ്പായിട്ട് ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം. പിന്നെ അതുപോലെ തന്നെ റൈറ്റ് ലൈഫ്, ഫോളോയിങ് ദ റൈറ്റ് ബിലീഫ്, റൈറ്റ് നോളജ്, റൈറ്റ് ആക്ഷൻ ഇതൊക്കെ വേണം. പിന്നെ ഗോമതേശ്വര സ്റ്റാച്യുവിനെ കുറിച്ച് പറയുന്നുണ്ട്. ഗോമതേശ്വര സ്റ്റാച്യു ഇൻ ശ്രാവണബെല്ലഗോള. ലാസ്റ്റ് ഭാഗത്തില് ആ കോമൺ ഫീച്ചർ ഇതൊക്കെയാണ് പറഞ്ഞു ചേർക്കുന്നത്. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്ത് കുറച്ച് ഈ പറഞ്ഞ രീതിയിൽ കുറച്ച് പോയിന്റ് ഉൾക്കൊള്ളിച്ച് എഴുതിയാൽ മതി. അടുത്ത ഭാഗത്തിൽ ഡിഫറെന്റ് മെത്തേഡ്സ് ഓർ റെപ്രസെന്റ് സ്റ്റേറ്റ്മെന്റ് സ്കെയിൽ. അപ്പൊ ഡിഫറെന്റ് മെത്തേഡ് സ്കെയിൽ ഓഫ് മോണോമാപ്സ്, വ്യത്യസ്ത രീതികൾ ഏതൊക്കെയാണെന്നുള്ളതാണ് അല്ലെ. വ്യത്യസ്ത സ്റ്റേറ്റ്മെന്റ് ഓഫ് സ്കെയിൽ, റെപ്രസെന്റേഷൻ ഫ്രാക്ഷൻ, ലീനിയർ സ്കെയിൽ. സ്റ്റേറ്റ്മെന്റ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത് കൺസിഡർ 1 സെന്റിമീറ്റർ ഡെപ്പിക്റ്റഡ് ആസ് 5 കിലോമീറ്റർ ആണ് മാം. അപ്പൊ 1 സെന്റിമീറ്റർ 5 കിലോമീറ്റർ ആയിട്ട് കാണിക്കുന്നതാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് സ്കെയിൽ. അതേസമയം റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ is the ratio between map distance and corresponding representative fraction is the ratio between map distance and corresponding ground distance. ഭൂപടത്തിലെ ദൂരവും ഭൂമിയിലെ ദൂരവും എക്സ്പ്രസ് ഇൻ ഫ്രാക്ഷണൽ ഫോം എങ്ങനെ പ്രകടിപ്പിക്കുന്നത്? ഫ്രാക്ഷണൽ രീതിയിൽ കാണിക്കുന്നു. 1/5 ആയിട്ട് കാണിക്കുന്നു. അതേസമയം അടുത്ത ലീനിയർ സ്കെയിൽ എന്ന് പറയുന്നത് ആ ലീനിയർ സ്കെയിൽ ഷെയ്ഡ് ഏരിയ ഇൻ ദിസ് പിക്ചർ കൺസിഡർ 5 കിലോമീറ്റർ എന്ന മാപ്പ്. ആ ഷെയ്ഡ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗം എത്രയായിട്ട് 5 കിലോമീറ്റർ ആയിട്ട് കാണിക്കുന്നു. വെൻ മാപ്പ് ഈസ് സബ്ജക്ട് എൻലാർജ്മെന്റ് ഓർ റിഡക്ഷൻ, ഭൂപടം വലുതാവുകയും ചെറുതാവുന്ന അനുസരിച്ച് മാപ്പ് ഈസ് ചേഞ്ച് അക്കോർഡിംഗ്ലി, മാപ്പ് അതിനനുസരിച്ച് ചെറുതാവുകയും ചെയ്യും. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഭാഗം. കൂടാതെ ആ ബ്ലാങ്കറ്റ് ഓഫ് ദി എർത്തിന്റെ ലാസ്റ്റ് ഭാഗത്തില് കുറച്ച് ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ എന്നുള്ള ഭാഗങ്ങളൊന്ന് വായിച്ചു വെച്ചിരിക്കുക. ആ ചാപ്റ്റർ ചിലപ്പോൾ ചോദിക്കാം, ഉറപ്പില്ല എന്നുള്ളതാണ്.